ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രൂപം കൊടുത്ത ഹ്യൂമൻ ലൈബ്രറി എന്ന പുതിയ പദ്ധതി കൊച്ചി ടാഗോർ ലൈബ്രറിയിൽ ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രൂപം കൊടുത്ത ഹ്യൂമൻ ലൈബ്രറി എന്ന പുതിയ പദ്ധതി കൊച്ചി ടാഗോർ ലൈബ്രറിയിൽ ആരംഭിച്ചു. അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികത്തോടനുബന്ധിച്ച് അക്കാലത്ത് അറസ്റ്റ് വരികയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തവരുടെ അനുഭവങ്ങൾക്ക് കാതോർത്തുകൊണ്ടാണ് ഹ്യൂമൻ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചത്. പുസ്തകങ്ങളിലൂടെ മാത്രമല്ല രേഖപ്പെടുത്താതെ പോയ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുടെ കേൾവിയും നമ്മുടെ വായനകളാണ് എന്നതാണ് ഇതിന്റെ ആശയം. വിവിധ മേഖലയിൽ ഒട്ടേറെ അനുഭവങ്ങളുള്ള എന്നാൽ മുഖ്യധാരയിൽ ഒരിടത്തും ഇടം കിട്ടാത്തവർ പലരും നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കേൾക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് ജയന്തി ദിവാകരൻ അന്തരിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക എസ് ജാനകിയുടെ ഗാനമാലപിച്ച് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ലൈബ്രറിയുടെ മുതിർന്ന അംഗം KM നൈനയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S സന്തോഷ് കുമാർ ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം വിശദീകരിച്ചു. സുബേർ പള്ളുരുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ശശികുമാർ പൈ, അനന്ത കമ്മത്ത്, രാമഗോവിന്ദ റാവു എന്നിവർ അടിയന്തരാവസ്ഥ കാലത്തെ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചു. MK രാജേഷ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി PV വിമൽകുമാർ സ്വാഗതവും CS ജോസഫ് നന്ദിയും പറഞ്ഞു. അനുഭവിക്കുന്നത് അവിടെ ജനാധിപത്യപരമായ ഒരു വിഷയമുണ്ട്. ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ അത് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. നേരത്തെ ഇപ്പം സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ CPM CPI അങ്ങനെയല്ല. CPM CPI കോൺഗ്രസും RSS BJP ഒന്നും അല്ല ഇവിടെ വിഷയം. ഇതിന്റെ വിഷയം ഹ്യൂമൻ ലൈബ്രറി എന്ന് തന്നെയാണ്. ഒരു അനുഭവം, അത് ഏത് തരത്തിലുള്ള അനുഭവമാകാം. ഇപ്പൊ കൊടിയ പീഡനം വാങ്ങിയ ജയിൽവാസം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ഇപ്പുറത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആയിരിക്കും നമ്മൾ വായിക്കുന്നത് ഇപ്പുറത്തിരുന്നുകൊണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അവരൊരു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ അവര് ഒരു ജനാധിപത്യവാദത്തിന് വേണ്ടി അവർ മുന്നോട്ടിറങ്ങി നയിച്ച് അവരനുഭവിച്ച പാഠങ്ങളാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ BP ശശി പോലീസ് പീഡനം അനുഭവിച്ച ആളാണ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതൊരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്തൊക്കെയായാലും ഒരു ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ സ്വന്തം ജീവൻ പോലും അത് ആ സമയത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കക്കയം ക്യാമ്പുള്ള ക്യാമ്പ് പോലും വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള കാലഘട്ടമൊക്കെ നമുക്കുണ്ട്. നമ്മൾ നിശ്ചയിച്ച സ്ഥലത്തെത്തുകയും ആ പരിപാടിയിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കുകയും ആ സമയത്താണ് R പ്രകാശ് എന്ന് പറഞ്ഞ നമ്മുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ബാച്ചിലായിരുന്നു ഞങ്ങളൊക്കെ. എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, ജോലിയുള്ളവരാണ്. ഈ തരത്തിലുള്ള ആളുകളാണ് R പ്രകാശിൻ്റെ നേതൃത്വത്തിൽ വളർക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജയ് വിളിച്ച് നേരെ ബോർഡ് ജെട്ടിയിൽ പോയി ബോർഡ് ജെട്ടിയിൽ കയറി കുരുക്ഷേത്ര പബ്ലിക്കേഷൻ്റെ നോട്ടീസ് എല്ലാവരുടെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും മുദ്രാവാക്യം വിളിച്ചിട്ട് എറണാകുളം ജെട്ടിയിൽ ഇറങ്ങി ആ എറണാകുളം ജെട്ടിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് നമ്മൾ നേരെ ബ്രോഡ്വേ കൂടി മാർക്കറ്റ് റോഡിൽ കൂടി പത്മയുടെ മുമ്പിലെത്തിക്കണ്ട് MG റോഡിലൂടെ SRV